നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഭ്രാന്തികളെ പോലെ നിൽപ്പുണ്ടല്ലേ. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ ഒരു തലവേദന കേട്ടോ. അങ്ങനെ തലവേദന പിടിച്ച് കിടന്നപ്പോൾ JCB വരുന്നു, പടക്കോ പടക്കോന്ന് ശബ്ദം കേൾക്കുന്നു, വെട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ എന്താണെന്ന് പറഞ്ഞ് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് കോൺക്രീറ്റ് ചെയ്യുന്ന ബഹളമാണ് കേട്ടോ. അപ്പോൾ അത് ഇറങ്ങി കുറച്ച് സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞ് JCBയിലാണ്, അതിനെ JCB എന്നായിരിക്കില്ല പറയുന്നത്, ഹിറ്റാച്ചി അല്ലല്ലോ, എന്തോ ഒരു സാധനത്തിലാണ് കൊണ്ടുവന്ന് ഇങ്ങനെ കോൺക്രീറ്റ് തട്ടുന്ന കേട്ടോ. ഞാനത് ആദ്യമായിട്ട് കാണാണ്. അങ്ങനെ ഭയങ്കര കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണേ. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. മാസത്തിൽ ഒരു 2-3 ദിവസം തലവേദന ഉറപ്പായിട്ടും എനിക്ക് വരും, അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ പീരീഡ്സ് ടൈമൊക്കെ ആകുമ്പോൾ ഒരു മൈഗ്രെയിൻ പോലൊരു തലവേദന വന്ന് എത്ര ഗുളിക കഴിച്ചാലും മാറാതെ 2 ദിവസം അങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ഒരു തലവേദന വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യാത്ര കഴിഞ്ഞ് വന്ന് അന്ന് തലവേദന ഉണ്ടാവുമെന്നാണ് കരുതിയത്. അപ്പോഴേ ഏട്ടൻ പറഞ്ഞു വന്ന്, നീ കിടന്ന് ഉറങ്ങ, നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഡയറക്റ്റ് ട്രിവാൻഡ്രം അല്ലേ വന്നത്, നീ കിടന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ നാളെ ഇനി തലവേദന എന്ന് പറഞ്ഞ് ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നുകൊണ്ട് തലവേദന ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ചീമയുടെ ചടങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് എനിക്ക് തലവേദന. എനിക്ക് തോന്നുന്നു ഈ ഗ്യാസ് കയറിയിട്ടുള്ള തലവേദനയാണോ എന്നൊരു സംശയം. കാരണം കഴിഞ്ഞ ദിവസം ചൂരമീൻ കഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ എന്നൊരു സംശയം. എനിക്ക് ഈ ചൂരമീൻ പൊട്ടറ്റൊക്കെ ഇപ്പോൾ കഴിക്കുമ്പോൾ എനിക്ക് വയറിന് മാത്രമല്ല പ്രശ്നം, മൊത്തത്തിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഗ്യാസിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. എനിക്കൊരു ഗ്യാസ്ട്രോ ഡോക്ടറിനെ പോയി കാണേണ്ട അത്യാവശ്യം. കാരണം ചൂരയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ. എനിക്കിപ്പോൾ ഒരു അളവിൽ കൂടുതൽ കഴിച്ചാൽ, എന്ത് സാധനം അളവിൽ കൂടുതൽ കഴിച്ചാൽ ദോഷമാണ്, പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസ്ട്രോ ഡോക്ടർ അത്യാവശ്യമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ താഴെ കമൻസ് വരും, വേണം ആവശ്യം തന്നെ വലിച്ചു വാരി തിന്നിട്ടില്ലേ, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരും കേട്ടോ. എന്തായാലും ഞാൻ നെട്ടയത്താണുള്ളത്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇത് നെട്ടയത്ത് പോയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ചീമയുടെ വളകാപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത ദിവസം നെട്ടയത്തായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അടുത്ത ദിവസം സച്ചു കുറച്ച് നമ്മൾ കൊണ്ടുപോയ സ്നാക്സ് എല്ലാം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എല്ലാം കഴിച്ച് നോക്കുക കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജിലേബി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നെയ്യപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്കാവട എല്ലാം ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ മുന്തിരിക്കൊത്ത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ബലമായിപ്പോയി കേട്ടോ. സാധാരണ മുന്തിരിക്കൊത്തെന്ന് പറഞ്ഞാൽ ബലമാണല്ലോ. അകത്തിരുന്ന് കഴിച്ചിട്ട് ഞാൻ വീഡിയോ നോക്കിയപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തോന്നിയത് കൊണ്ട് പുറത്തിറങ്ങി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ജിലേബി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉറപ്പായിട്ടും ഇതെവിടെ നിന്നാണ് ചെയ്തെന്നുള്ള കടയുടെ വീഡിയോ ഒരു ദിവസം ഇതിലെപ്പോഴെങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. എനിക്ക് അതൊരു ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് തോന്നി. എന്തായാലും ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. രാജാ തട്ടുകടയിൽ പോവുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ രാജാ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും അവിടെ നിന്ന് കഴിച്ചേ പറ്റുള്ളൂ. എങ്കിൽ പിന്നെ ഇന്ന് പോയി അങ്ങ് കഴിച്ചേക്കാൻ കരുതി. ഈ ഡ്രസ്സ് നമ്മുടെ വസ്ത്രയുടെ ലക്നൗ ചുരിദാർ ത്രെഡ് വർക്കിലുള്ള ചുരിദാർ മെറ്റീരിയലാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവേ. അതിൽ എൻ്റെ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് വളരെ മോശമായിട്ടാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ലതുപോലെ ഇരിക്കും. അത് ആദ്യം അതിൽ ഇത് വെച്ച് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഞാൻ ലൈനിങ് അഴിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് കൈ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് തരാം. ചീമ ഭയങ്കര ഡാൻസും പാട്ടും കൂത്തുമായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ എനിവേ നമ്മൾ വെമ്പായത്തുള്ള രാജാ തട്ടുകടയിൽ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാജാ തട്ടുകടയുടെ വീഡിയോ ഇട്ടപ്പോൾ വെമ്പായം എന്നുള്ളത് മാറിപ്പോയി, വെഞ്ഞാറമൂടായിപ്പോയി കേട്ടോ. അതെനിക്കൊരു വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് വെഞ്ഞാറമൂടല്ല, വെമ്പായത്താണ് രാജാ തട്ടുകട. ഞാനത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രിവാൻഡ്രത്തൊക്കെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും വെമ്പായം ആണെന്ന് അറിയാം. പിന്നെ എനിക്ക് ഒരുപാട് പേര് തിരുത്തിയിട്ടുണ്ടായിരുന്നു, എങ്കിലും എനിക്കൊരു അബദ്ധം പറ്റിയതാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വെമ്പായത്തുള്ള രാജാ തട്ടുകടയിൽ പോവുകയാണ്. അപ്പോൾ സച്ചിനധികം മീനൊന്നും കഴിക്കില്ല, ചൂരമീൻ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ നെമ്മീനും ഒക്കെ ആണെങ്കിൽ വലിയ വലിയ മീനൊക്കെ കഴിക്കത്തുള്ളൂ, കുഞ്ഞു കുഞ്ഞു മീനൊന്നും കഴിക്കത്തില്ല. അപ്പോൾ രാജാ തട്ടുകട ആയതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എങ്കിൽ പിന്നെ വരാമെന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ചൂരമീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞ് സച്ചിനും ചീമയും ഞാനും അമ്മയും കൂടി പോവുകയാണ്. അപ്പോൾ വേദയോട് വരുന്നുവെങ്കിൽ നമുക്ക് വേറൊരു ദിവസം മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ വേദ സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ വേദ ഉറങ്ങും, മീനായതുകൊണ്ട് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞു. പിന്നെ വേദയെ കൂട്ടാതെയാണ് നമ്മൾ വന്നത്. അങ്ങനെ 12 മണി ആയപ്പോഴേ എത്തി കേട്ടോ. കാരണം 12 മണി കഴിഞ്ഞാൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടി വരും. ഒരാൾ കഴിച്ച് എണീറ്റിട്ട് അവിടെ വന്ന് നമ്മളിങ്ങനെ നോക്കി കോണി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത് മനസ്സിലാക്കി, കഴിഞ്ഞതിന് വന്നപ്പോഴേ അത് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പം നേരത്തെ വന്നു. 12 മണിയായപ്പോഴേ വന്നു. നേരെ പകുതി തുറന്നിട്ടുണ്ട്, അകത്ത് കയറി സീറ്റ് പിടിച്ചു. ഇനി ഇവിടെ ഇരുന്നൊരു 12 മണിയൊക്കെ 12:30 ആവും ചേട്ടൻ പൂജയും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് കാക്കയ്ക്കും ചോറ് കൊടുത്തിട്ടേ വിളമ്പത്തുള്ളൂ കേട്ടോ.
എങ്കിലും കുഴപ്പമില്ല. നേരത്തെ സീറ്റ് പിടിച്ചാൽ പിന്നെ പാടില്ല. അല്ലെങ്കിൽ ഒരാൾ കഴിക്കുന്നത് നമ്മൾ നോക്കി നിൽക്കണം. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അടുത്ത ആൾ വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മൾ എഴുന്നേൽക്കാനായിട്ട്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം സീറ്റ് പിടിച്ചു. അപ്പോൾ അഥവാ വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമല്ലോ. അങ്ങനെ ചേട്ടൻ്റെ പൂജയും കർമ്മങ്ങളും കാക്കയ്ക്ക് കൊടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം ദേ ഇലയിട്ടിട്ടുണ്ട്. ചോറും ഇന്ന് അവിയലും പച്ചടിയും അങ്ങനെ എന്തൊക്കെയോ കറികളാണ്. പപ്പടം വെച്ചു, കപ്പയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മീൻ മുള്ള് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ട്രിവാൻഡ്രം സ്റ്റൈല് ഒരു കറിയാണ് കേട്ടോ. ആ ഒരു കറി ഞാൻ പറഞ്ഞു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് 2 പ്ലേറ്റ് ആ ഒരു കറിയും അല്ലാതെ കുറച്ച് ഗ്രേവിയും വാങ്ങിച്ചു. പിന്നെ സച്ചിന് ചൂര മീനല്ലേ പറഞ്ഞത്, അങ്ങനെ ചൂര മീൻ വറുത്തതും പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കുറേ മീനുകളുണ്ടൊന്ന് വച്ചിട്ടുണ്ട്, നീ വീഡിയോ വേണമെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കൊണ്ടുവച്ച് തന്നതാട്ടോ. ചൂര, ആവോലി, നെമ്മീൻ, കൊഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് മീൻ മുള്ള് കറി. അത് ട്രിവാൻഡ്രം സ്റ്റൈലൊരു കറി ആയതുകൊണ്ട് വെക്കേണ്ട മുളകും മല്ലിയൊക്കെ വറുക്കാണ്ട് വെച്ച മീൻ കറിയാണ്. അത് മീനിൻ്റെ മുള്ളാണ്. എനിക്ക് മുള്ള് ഭയങ്കര ഇഷ്ടമാണ്. ചൂര മീനാട്ടോ. അത് 2 പ്ലേറ്റ് വാങ്ങി. അതിൻ്റെ കുറച്ച് ഗ്രേവിയും വാങ്ങി. പിന്നെ ഒരു ചൂര ഫ്രൈ, ഒരു നെമ്മീൻ ഫ്രൈ, ഒരു ചെമ്മീൻ ഫ്രൈയും വാങ്ങി. പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മീൻമുട്ട കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സച്ചിന് അത്ര ഇഷ്ടമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് മീൻമുട്ട 2 പ്ലേറ്റ് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എനിക്ക് മീൻമുട്ട കഴിക്കാൻ പറ്റിയില്ല, മറന്നുപോയി അതിൻ്റെ കാര്യം. ഇപ്രാവശ്യം ഓർമ്മിച്ച് വെച്ച് 2 പ്ലേറ്റ് മീൻമുട്ട വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. അസാധ്യ ഊണായിരുന്നു. എനിക്ക് നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ട്രിവാൻഡ്രം സ്റ്റൈൽ ഒരു കിടിലം ഊണ്. അച്ഛൻ്റെയും അമ്മയും കുറേ നാളായിട്ട് വരണമെന്ന് കരുതി. ഞാൻ എൻ്റെ വീഡിയോ കൂടെ കണ്ടപ്പോൾ വന്നേ മതിയാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. ചൂട് മീൻമുട്ടായിരുന്നു. വായിക്കത്തിട്ട് വാ പുള്ളിപ്പോയി. അതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. എന്നിട്ട് തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് ജ്യൂസ് വാങ്ങി. അവർ വന്ന് ചോദിക്കുന്നുണ്ട് ജ്യൂസ് വേണോ, ആ തൊട്ടടുത്ത കടയിലുള്ളവർ കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ അടുത്ത ആൾക്കാർ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത കടയിൽ കയറി ഇരുന്ന് കഴിച്ചു. അവിടെ ഉള്ളവർ വന്ന് ചോദിച്ചു, വേണമെങ്കിൽ അവർ കൊണ്ട് തരും നമ്മൾ കഴിക്കുന്നിടത്ത് തന്നെ, ഊണ് കഴിക്കുന്നിടത്ത് തന്നെ. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ട് ആ കടയിൽ കയറി ജ്യൂസ് വാങ്ങി. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ്, അമ്മ ഒരു ലൈം ജ്യൂസ്, ചീമ ഒരു ഓറഞ്ച് ജ്യൂസ്, സച്ചിന് ഒരു പൈനാപ്പിൾ ജ്യൂസ്. അമ്മ ലൈം ജ്യൂസ് കുടിച്ച് കിറങ്ങിപ്പോയി കേട്ടോ. വയറ് നിറങ്ങിയിരിക്കായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ വലിയ 2 ലൈം ജ്യൂസ് കൂടെ കൊടുത്തപ്പോൾ അമ്മയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള മൈ ജ്യൂസ് ഇന്ന് കുടിച്ചേട്ടോ. ആ പയ്യന്മാർ നല്ല സ്നേഹമായിരുന്നു. എനിക്ക് 5 രൂപയുടെ സെൻറ്റർ ഫ്രഷ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. നല്ല സ്നേഹമുള്ളവർ. പക്ഷേ ഞാൻ 5 രൂപ കൊടുത്തു കേട്ടോ. എൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഗൂഗിൾ പേ ചെയ്തു. അല്ല ചേച്ചി എടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ ചുരിദാറിൻ്റെ ഭംഗി ചുമ്മാ ഒന്ന് ആസ്വദിച്ച് കാണിച്ചതാട്ടോ. നന്നായിട്ട് തച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും വൈകുന്നേരം ആയപ്പോഴേക്കും തിരുമല വീട്ടിൽ വന്നു. ഒരു സിനിമയ്ക്ക് പോകാൻ നേരി സർവ്വമായും ഒരു കാശിന് കൊള്ളില്ല. എല്ലാവരും നല്ല റിവ്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഏട്ടനും എനിക്കും വേദയ്ക്കും ഒരുപോലെ ഇഷ്ടമായില്ല കേട്ടോ. ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ പേര് തന്നെ ലക്നൗ ത്രെഡ് വർക്ക് മെറ്റീരിയൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ത്രെഡ് വർക്ക് ഒന്ന് എടുത്ത് കാണിക്കുന്ന പട്ടി ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മൾ ട്രിപ്പ് പോയിൻ്റ് എസ്റ്റിമേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഏട്ടന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പ് ഞാൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ടാറ്റാ, ബൈ.